സ്റ്റാർട്ട് ചെയ്തു. ഞങ്ങളിതാ ഫേമസ് എരുമേലിയിലെത്തി ഗൈസ്. ഇവിടെ അവർ തുള്ളുന്നുണ്ടായിരുന്നു ഗൈസ്. പെട്ടെന്ന് ഞങ്ങൾ വന്നപ്പോഴത്തേക്ക് ഹായ് ഗൈസ്, ഞാനിപ്പോൾ പറയുന്നത് നിങ്ങൾക്കൊന്നും കേൾക്കത്തില്ല, കാരണം നന്നായിട്ട് പാട്ടുണ്ട്. അതാരണം കൊണ്ട് ഒന്നും കേൾക്കാൻ വഴിയില്ല. ഞങ്ങൾ അങ്ങനെ പ്ലാൻഡ് ആയിട്ടൊന്നും പോകുന്നതല്ല, പെട്ടെന്നൊന്ന് തോന്നി അങ്ങനെ പോകുന്നൊരു ട്രിപ്പാണ്. അതൊക്കെയാണ് ഞാനിന്ന് പറയുന്നത്. ഞാൻ പറയുന്ന വണ്ടിയിൽ പാട്ടിട്ടേക്കുന്ന പറഞ്ഞാൽ നിങ്ങൾക്കൊന്നും കേൾക്കത്തില്ല ഗൈസ്. ഒരു 8-9 മന്ത്സിന് ശേഷം കണ്ടിട്ട് ഡ്രൈവ് ചെയ്യുന്നത് ഇപ്പോഴാണ്. നമ്മൾ ആക്ച്വലി കുറേ നാളായിട്ട് ഇങ്ങനെ പ്ലാൻ ചെയ്തിരിക്കുവാണ്. പ്ലാൻ ചെയ്തപ്പോഴൊന്നും നടന്നില്ല. കണ്ടിട്ട് വയ്യാത്തതുകൊണ്ടും അങ്ങനെയൊക്കെ ഒരുപാട് കാരണങ്ങളായിട്ട് നടന്നില്ല. ഇതിപ്പം ഒന്നും വേണമെന്ന് വിചാരിച്ച് വരണം എന്നൊന്നും വിചാരിച്ചിട്ടല്ല, അങ്ങനെ ഇരുന്നപ്പോൾ എന്തോ തോന്നി പോന്നു. നല്ല രസമല്ലേ കാണാൻ. ഇപ്പം സെറ്റ് പാട്ട്, കോടാമഞ്ഞിൻ സോങ്, ഇതൊക്കെ കാണുമ്പോൾ എനിക്ക് ആ പാട്ടാണ് പാടാൻ തോന്നുന്നത്. ഇവിടെ ചെറിയൊരു വാട്ടർഫോളൊക്കെ ഉണ്ട്. നല്ല അടിപൊളി പ്ലേസ് അല്ലേ. എനിക്ക് ട്രാവൽ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. എനിക്കും കണ്ണേട്ടനും അതെ, ഞങ്ങൾക്ക് ട്രാവൽ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം നമ്മൾ ഒരേ വൈബ് ആയതുകൊണ്ട് കുഴപ്പമില്ല. അതിപ്പം ഇത്ര ദൂരം പോകണം അങ്ങനെയൊന്നുമില്ല. കുറച്ച് ഇപ്പം അടുത്താണെങ്കിലും നമ്മൾ ഒരുമിച്ച് ടൈം സ്പെൻഡ് ചെയ്യുക, കുറേ സ്ഥലങ്ങളൊക്കെ കാണുക. അടുത്ത് ഉള്ളതാണെങ്കിലും കുഴപ്പമില്ല, ട്രാവൽ ചെയ്യുക. നമുക്ക് മൈൻഡൊക്കെ ഒന്ന് റിഫ്രഷ് ട്രാവൽ ചെയ്യുമ്പോൾ നമുക്ക് കുറേ നമ്മുടെ നല്ലതല്ലേ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ട്രാവൽ ചെയ്യാൻ. പ്രണയനിലാക്കിളിവാതിൽ പാതി തുറന്നതാരാണ്, ഒരു നൂറിഷ്ടം കഥ ചെന്നതാരാണ്. നല്ല രസമാണ് കേട്ടോ ഇതുവഴി പോകാൻ. ഭയങ്കര തണുപ്പാണ്. നമ്മൾ മുകളിലേക്ക് കുട്ടിക്കാനം ആ ഒരു റൂട്ട് മുകളിലേക്ക് കയറി വരുമ്പോഴേക്കും തണുപ്പിങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം ഈ ഒരു പോർഷനൊക്കെ എത്തിയപ്പോൾ നല്ല തണുപ്പാണ്. എനിക്ക് പൊതുവേ തണുപ്പ് ഇഷ്ടമാണ്, അതുകൊണ്ട് എനിക്ക് കുഴപ്പമില്ല. എന്നാലും എനിക്കും നല്ല തണുപ്പ് ഫീൽ ചെയ്യുന്നുണ്ട്. ഏകദേശം ആ ഒരു സ്പോട്ടിലേക്ക് നമ്മളിങ്ങനെ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം എത്തും. തേയിലത്തോട്ടമൊക്കെ കണ്ടു ഗൈസ്. അങ്ങനെ ഞങ്ങൾ ആ സ്പോട്ടിലെത്തിയിരിക്കുകയാണ് ഗൈസ്. ലക്സിൻ്റെ ടർക്കി എടുത്ത് കണ്ടിട്ടും തലയിലിട്ടേന് ഞങ്ങൾ അവിടെ കിടന്ന് ചിരിക്കുമായിരുന്നു ഗൈസ്. ഒരുപാട് ചെറിയ ചെറിയ കടകളുണ്ട്. വിലക്കുറവുള്ളതും ഉണ്ട്, ഇല്ലാത്തതും ഒക്കെ ഉണ്ടാവും. നമ്മൾ തിരഞ്ഞു പിടിച്ച് ബാർഗെയിൻ ചെയ്തൊക്കെ വാങ്ങിക്കണം. കണ്ണേട്ടൻ്റെ ഫ്രണ്ട് റെജിൻ ബ്രോ ഒരു പി ഒക്കെ എടുത്ത് കുഞ്ഞിനെ ഊതിയൊക്കെ ഇങ്ങനെ കാണിക്കുന്നുണ്ട്. പിന്നെ കോഫിയും കോളിഫ്ലവറിൻ്റെ ഫ്രൈയും ഒക്കെ വാങ്ങി സാപ്പിടാൻ വേണ്ടി തുടങ്ങി. അടിപൊളിയായിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ട്. അതിൽ നിന്നാണെങ്കിൽ സോസ് വരുന്നേയില്ല. കണ്ടിട്ട് പ്രസ് ചെയ്ത് ഉള്ള ഊപ്പാട് വന്നു. പിന്നെ നല്ല ചൂട് നൂഡിൽസ് വാങ്ങി. കണ്ണേട്ടൻ സാപ്പിടാൻ തുടങ്ങി. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് തണുപ്പത്തെ നൂഡിൽസൊക്കെ ഇങ്ങനെ കഴിക്കുന്നത്. ലക്സിന് കിലുക്കമൊക്കെ വാങ്ങിച്ചു കൊടുത്ത് കരച്ചിലൊക്കെ മാറ്റി. ലക്സ് നന്നായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട്. ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെയൊക്കെ വന്ന് ഔട്ട്ഡോറൊക്കെ വരുന്നതും ഇത്രയൊരു ലോങ് ട്രിപ്പൊക്കെ വരുന്നത്. കുഞ്ഞ് നന്നായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട്. കണ്ടിട്ട് എന്താ പട്ടമൊക്കെ പറത്തിക്കൊണ്ട് നിൽക്കുന്നു. കുഞ്ഞാവതേ എന്തൊക്കെയോ കാണിക്കുന്നു. ഞങ്ങളങ്ങനെ ഞങ്ങളുടെ ഡെസ്റ്റിനി പ്ലേസിൽ എത്തിയിരിക്കുകയാണ് ഗൈസ്. ഇവിടെ പട്ടം പറത്താണ് ഗൈസ്.
ലവ് യു. അവർ പപ്പയും മോളും കൂടെ ഭയങ്കര കാര്യം പറച്ചിലും കൊഞ്ചലും ഉമ്മ വെക്കലും ഒക്കെയാണേ. നമ്മളില്ലേ. ഹായ് ഗൈസ്. പൂവേ കണ്ണാടി പൂവേ കണിപ്പൂവേ. അതുകൊണ്ട് ഗൈസ് അവിടുന്ന് കുറേ പേര് ഇതുപോലെ ട്രിപ്പ് ടൂറിസ്റ്റ് ബസ്സിലൊക്കെ ഇങ്ങോട്ട് പാട്ടൊക്കെ ഇട്ട് വൈബടിച്ച് വരുന്നുണ്ട്. സെറ്റാണ്. അങ്ങനെ ഞങ്ങൾ പെരി പെരി മന്തി ഓർഡർ ചെയ്തു. ഫുഡ് അടിപൊളിയായിരുന്നു ഗൈസ്. മയണൈസ് അടുത്ത ഒരു പൂങ്കുഴിയുടെ കൂട്ടുണ്ടെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ച് ഗൈസ്.